ചന്ദ്രനിലും ചൊവ്വയിലും നമ്മൾ പേടകങ്ങൾ എത്തിച്ചു. പക്ഷേ ഒരു മനുഷ്യനെ സ്വന്തം റോക്കറ്റിൽ ബഹിരാകാശത്ത് എത്തിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് ഇനി അധികം ദൂരമില്ല. ഗഗൻയാൻ 2027 സംഭവിക്കും. പക്ഷെ അതിനു മുൻപ് നടക്കാൻ പോകുന്ന നിർണായകമായ 3 പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ചെറിയ പിഴവ് പോലും സംഭവിക്കാതിരിക്കാൻ ISRO എടുക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി നോക്കാം. മനുഷ്യനെ അയക്കുന്നതിന് മുൻപ് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ 3 വമ്പൻ പരീക്ഷണങ്ങൾക്കാണ് ISRO തയ്യാറെടുക്കുന്നത്. അതായത് ബഹിരാകാശ സഞ്ചാരികളില്ലാതെ വെറും പേടകം മാത്രം അയച്ചുകൊണ്ട് റോക്കറ്റും സിസ്റ്റവും പരിശോധിക്കും. ഇതിൽ ആദ്യത്തെ പരീക്ഷണ പറക്കലിനുള്ള തിരക്കിട്ട പണിപ്പുരയിലാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ. ഈ 3 പരീക്ഷണങ്ങളും വിജയിച്ചാൽ മാത്രമേ 2027 യഥാർത്ഥ ഗഗൻയാൻ കുതിച്ചുയരൂ. എന്താണ് ഈ ദൗത്യത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? 3 ബഹിരാകാശ സഞ്ചാരികളെ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുക. അവിടെ ഏകദേശം 3 ദിവസം അവർ ചിലവഴിക്കും. അതിനുശേഷം അവരെ സുരക്ഷിതമായി തിരികെ ഭൂമിയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ ഇറക്കുക. ഇതാണ് പ്ലാൻ. കേൾക്കുമ്പോൾ ലളിതമായി തോന്നുമെങ്കിലും സാങ്കേതികമായി ഇത് വലിയ വെല്ലുവിളിയാണ്. ഇവിടെയാണ് സുരക്ഷ എന്ന വാക്കിന് വലിയ പ്രസക്തിയുള്ളത്. ISROയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ V നാരായണൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഗഗൻയാത്രികരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. റോക്കറ്റ് സിസ്റ്റത്തിലും ക്രൂ മൊഡ്യൂളുകളിലും നമുക്ക് 100-ൽ 100 മാർക്കും കിട്ടിയേ തീരൂ. അതായത് 99% വിജയിക്കുമെന്ന് ഉറപ്പ് പോരാ. 100% ഉറപ്പുണ്ടെങ്കിലേ മനുഷ്യനെ അയക്കൂ. ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, എമർജൻസി എസ്കേപ്പ് സിസ്റ്റം എന്നിവയെല്ലാം പലവട്ടം ടെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ ജനുവരി 12 നടന്ന PSLV വിക്ഷേപണത്തിൽ ചില സാങ്കേതിക തകരാറുകൾ സംഭവിച്ചിരുന്നു. 3ാം ഘട്ടത്തിലുണ്ടായ ആ പ്രശ്നത്തെ ISRO വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വിശദമായി പഠിക്കുകയാണ് ഇപ്പോൾ. ആ പാഠങ്ങൾ ഗഗൻയാൻ ദൗത്യം കുറ്റമറ്റതാക്കാൻ സഹായിക്കും. പരാജയങ്ങളിൽ തളരാതെ അത് തിരുത്തി മുന്നേറുന്ന രീതിയാണ് ISROയുടേത്. ചുരുക്കത്തിൽ 2027 എന്നത് വെറുമൊരു വർഷമല്ല, ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രം തിരുത്തി കുറിക്കുന്ന വർഷമാണ്. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ഈ കഠിനാധ്വാനത്തിന് നമുക്ക് എല്ലാവിധ ആശംസകളും നേരാം. ഈ ദൗത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 2027 ഇന്ത്യക്കാർ ബഹിരാകാശത്ത് എത്തുന്നത് കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണോ? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സയൻസ് ടെക്സ് വാർത്തകൾക്കും ബിസിനസ് അപ്ഡേറ്റുകൾക്കും മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.